പ്രൈസ് ലോൺ. എൻ്റെ പേര് മോനി. ഞാൻ ഹരിപ്പാടിൽ നിന്ന് വരുന്നു. എൻ്റെ മോളുടെ വിഷയമായിട്ടാണ് ദൈവം എന്നെ ഇവിടെ സാക്ഷി പറയാനായിട്ട് നിർത്തിയിരിക്കുന്നത്. എൻ്റെ മോളെ കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ജനുവരിയിൽ ഇവിടെ വന്നപ്പോൾ, ഹസ്ബൻഡ് നേരത്തെ മുതലേ വരുന്നുണ്ട്. എനിക്കൊരു ഷോപ്പുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർ കൂടെ വരാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനും മോളും കൂടെ ജനുവരി ഇവിടെ വന്നു. 1-2 ആരാധന അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മോൾ OET പരീക്ഷ എഴുതി. അതിനുശേഷം അവൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ 2 പേരുടെ ഇവിടെ ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ പാസ്റ്റർ മോളെ ദൂത് പറഞ്ഞു, നീ ഒരു ഇംഗ്ലീഷ് പരീക്ഷ പാസ്സായി കഴിഞ്ഞെന്ന് പറഞ്ഞു. അവൾ പരീക്ഷ എഴുതിയിട്ട് വന്ന് മോള് പറഞ്ഞത്, പപ്പ മമ്മി അത് എനിക്ക് 2 ഇത് കിട്ടത്തില്ല, അത് ഫെയിലായി പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, അത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്, നീ നമ്മളറിവല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് മോളെ ഇവിടെ പാസ്റ്റർക്ക് കൊണ്ടുവന്നത്. അങ്ങനെ പറഞ്ഞു പോയി. 2ാമത്തെ ആഴ്ചയും ഞങ്ങളിവിടെ വന്നു. അന്നൊരു പാസ്റ്റർ ദൂത് പറഞ്ഞു, നീ ഒരു തണുപ്പുള്ള രാജ്യത്ത് ഒരു കോട്ടിട്ടിരിക്കുന്നതായിട്ട് എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ആഴ്ച റിസൾട്ട് വന്നു. ആ പറഞ്ഞ 2 വിഷയത്തിനും ആ പറഞ്ഞതിനപ്പുറം മാർക്ക് അവൾക്ക് കിട്ടി. അത് ദൈവത്തിൻ്റെ കരുതലാണ്, പാസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അതിനുശേഷം പിന്നെയും ഞങ്ങളിവിടെ തുടർന്ന് പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ഞങ്ങളൊരു ഭവനം, ഞങ്ങൾക്ക് ഭവനമില്ല, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരു ഷീറ്റിട്ട പെരയിലാണ് താമസിക്കുന്നത്. മോള് പോയതിന് ശേഷം ഭവനം പണിയാമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്കൊരു 2 നില ഭവനം എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ആ ആഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് ഭവനം പണിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. 1 രൂപ പോലും ഞങ്ങളുടെ ഇല്ല. എവിടെ നിന്നൊക്കെയോ ദൈവം ലോണുകൾ, മോൻ പറഞ്ഞു ലോൺ എടുക്കാം മമ്മി, അല്ലാതെ പണിയാൻ പറ്റത്തില്ല. അങ്ങനെ ലോണിന് കൊടുത്തു. എല്ലാം ഞങ്ങളുടെ നിലവായിട്ട് കിടക്കുന്ന പുരയിടമായിട്ട് ലോൺ കിട്ടത്തില്ല. അതും ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ആധാരം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ആ പേപ്പറുകളും എല്ലാം ഒരു തടസ്സം കൂടാതെ പാസ്സായി കിട്ടി. ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി. ഇപ്പോൾ പാസ്റ്റർ ദൂത് പറഞ്ഞതുപോലെ തന്നെ 2 നില ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുന്നു. അതിന് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. എവിടെ നിന്നൊക്കെയോ ലോണുകളാണ്, എല്ലാം ലോണാണ്. അതെങ്കിൽ ഷോപ്പുള്ളതുകൊണ്ട് അതിൽ നിന്ന് എടുത്ത് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്. ഇപ്പോഴും പാസ്റ്റർ വരുമ്പോഴെല്ലാം ദൂത് പറയും, എല്ലാം ദൈവം നടത്തും സിസ്റ്ററെ എന്ന് പറയും. അതുപോലെ തന്നെ ദൈവം ഇതുവരെ നടത്തി. അതുപോലെ തന്നെ മോടെ ആ വിഷയമായിട്ടിരുന്നപ്പോൾ ഞങ്ങൾ പാസ്റ്ററോട് പറഞ്ഞു, ഒരു ആഹാരം ഇവിടെ കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, വേണ്ട, ഒരു TV പ്രോഗ്രാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരിലൂടെ ഞങ്ങളുടെ ഒരു ജോലിയുടെ ദശാംശത്തിൽ നിന്ന് എടുത്ത് ഒരു TV പ്രോഗ്രാം ചെയ്തപ്പോഴാണ് മോളുടെ ഈ റിസൾട്ട് വന്നപ്പോൾ ഫുള്ള് UK പോകണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, അവൾ ആഗ്രഹിച്ചതിന് അപ്പുറത്തൊരു സ്ഥലത്ത് പോകാൻ അവളെ ദൈവം ഒരുക്കാവളെന്ന് ഞാൻ അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അവൾ ആഗ്രഹിച്ചതിന് അപ്പുറം അയർലൻഡിലേക്ക് പോകാൻ അവൾക്ക് ദൈവം വഴിയൊരുക്കി. അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി പാസ്റ്റർ പറഞ്ഞത്, ഓഗസ്റ്റ് മാസം നീ സാക്ഷി പറയുമെന്നാണ് പറഞ്ഞത് എന്നോട് കഴിഞ്ഞ മാസം വന്നപ്പോൾ. ആ ഓഗസ്റ്റ് മാസം തന്നെ അവിടെ പോകാൻ, അവൾക്ക് നവംബറിലേക്കാണ് അവർ അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നത്. പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അവിടെ പോകാൻ എല്ലാ പേപ്പറുകളും ശരിയായി. ഈ നവംബർ 13-ാം തീയതിയാണ് അവൾ അയർലൻഡിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് 2 പരീക്ഷയുണ്ട്. അതിന് ഞാൻ എന്നും സൂമിൽ ഈ വിഷയം എന്നും പാസ്റ്ററോട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. അതുപോലെ റോയ് പാസ്റ്ററാണ് ഏറ്റവും കൂടുതൽ നന്ദി തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും കോടാനുകോടി നന്ദി ദൈവം തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം വിരമിക്കുന്നു.